ഹലോ ഫ്രണ്ട്സ്, ചെമ്മന്നെ പോലെ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് ഓരോ സാധനം ചെയ്യുന്നു. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ചാനൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ വേണ്ടി കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് വീട്ടിലേക്ക് കിടക്കാം. അങ്ങനെ നമ്മുടെ സച്ചിൻ രവി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ പൈസ കട്ടെടുത്തത് മിക്കവാറും അവൾ തന്നെയാണ്, അതായത് ശ്രുതി തന്നെയാണ് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നീ എന്താണെങ്കിലും ഒരു താങ്ക്സ് പറഞ്ഞിട്ട് അവൾ അതിന് മറുപടി പറയുകയും പിന്നെ അവളുടെ മുഖഭാഗമൊക്കെ നീ ഒന്ന് ശ്രദ്ധിച്ച് കഴിയുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് മനസ്സിലാവും അവൾ ആണോ എടുത്തില്ലെന്നും മനസ്സിലാവുമെന്നൊക്കെ പറഞ്ഞു. ശരി സച്ചേട്ടാന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞ് രവതി പറയും, ഒരു കാര്യം ചെയ്യും ചേട്ടാ, ഒരു മറ്റേ 2 ലക്ഷം രൂപ കിട്ടിയതിൽ ഫിനാൻസുകാർക്ക് കൊടുത്ത് ബാക്കി ക്യാഷ് ഫിനാൻസുകാർക്ക് കൊടുത്തിട്ട് ബാക്കി ക്യാഷ് ബാങ്കിലേക്ക് ഇട്ടെന്നൊക്കെ പറഞ്ഞിട്ട് നിർത്തുന്നുണ്ട്. പിന്നെ അവർ നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ അടുക്കളയാണ് അടുത്ത സീൻ കാണിക്കുന്നത്. വർഷം ഓടി വന്നിട്ട് പറയും, അത് വർഷം രേവതിയെ കാണുമ്പോൾ രേവതിയോട് കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വർഷം ഓടി വന്നിട്ട് പറയും, ചേച്ചി എനിക്കും ഒരു സാധനം വേണമെന്ന് പറയും. എന്താ ഉള്ളത് എന്ന് പറയുമ്പോഴത്തേക്ക്, ചേച്ചി എനിക്ക് ചപ്പാത്തി വേണ്ട, എനിക്കൊരു ഓംപ്ലേറ്റ് മാത്രം മതി പറഞ്ഞു. അന്ന് ഒരു ഓംപ്ലേറ്റ് എന്ന് പറഞ്ഞ് വേറെ ഒന്നല്ല ചേച്ചി, ഞാൻ ഇച്ചിരി ഡയറ്റിങ് എടുക്കാനുള്ള പരിപാടിയൊക്കെയാണ്. അത് ശ്രീകാന്ത് എൻ്റെ ചുമ്മാ കളിയാക്കുന്നുണ്ട്, എനിക്ക് വണ്ണം ഉണ്ട് എന്നൊക്കെയുള്ള രീതി കളിയാക്കുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് ഡയറ്റിങ്ങും അത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയാന്നൊക്കെ പറയും. ആണോ, ശരി അങ്ങനെ ആയിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ പെട്ടെന്ന് രവതി അങ്ങോട്ടത്തേക്ക് ഓടി വരിക നമ്മുടെ ശ്രുതി ഓടി വന്നിട്ട് ഇങ്ങനെ പെട്ടെന്ന് വെള്ളം എടുത്ത് ഇങ്ങനെ ഭയങ്കര ദാഹിച്ചിട്ട് വെള്ളം എടുത്ത് കുടിക്കും. അതാണ് ടെൻഷനൊക്കെ മൂത്തിക്കുകയാണ്. അത് വീരാൻ വന്ന് ക്യാഷ് കളഞ്ഞു പോയി, അങ്ങനെയുള്ള കുറേ വിഷയങ്ങളുണ്ട്. അപ്പം ഈ വെള്ളം എടുത്ത് ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് രേവതി ഇങ്ങനെ നോക്കിയിട്ട് പറയും, ശ്രുതി താങ്ക്സ് കേട്ടോ എന്ന് ചോദിക്കും. താങ്ക്സ് അതെന്തെങ്ങനെ? അല്ല, നീ 2 ലക്ഷം രൂപ കൊണ്ട് ബാമാൻറ്റിക്ക് കൊടുത്തില്ലേ, അതിനാ താങ്ക്സ് എന്ന് പറയാം. അതെന്താ അങ്ങനെ പറയാൻ കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും വേറെ ഒന്നല്ല, നീ 2 ലക്ഷം കൊടുത്തിട്ട് എന്നെ രക്ഷിക്കാൻ വേണ്ടി 2 ലക്ഷം കൊടുത്തില്ലേ, ഇവിടെ ഞാൻ ആത്മഹത്യയുടെ സ്റ്റേജിലൊക്കെയാണ് എന്നൊക്കെ പറഞ്ഞല്ലേ കൊടുത്തേ എന്ന് പറയുമ്പോഴത്തേക്ക് വർഷ എന്താ ഈ രക്ഷിക്കുക എന്നൊക്കെ പറഞ്ഞ് മനസ്സിലായെന്ന് പറയാം. അല്ല പക്ഷേ ശ്രുതി എന്നെ രക്ഷിക്കാൻ വേണ്ടി 2 ലക്ഷം രൂപ മാല വിറ്റിട്ട് 2 ലക്ഷം രൂപ കൊണ്ടു കൊടുത്തുന്ന മാമേൻ്റെ അടുത്ത് പറഞ്ഞത്. അതുകൊണ്ട് ഇപ്പോൾ ഇവിടുത്തെ വീട്ടിൽ എൻ്റെ വിഷയങ്ങളെല്ലാം മാറി, അമ്മയ്ക്കാണ് ക്യാഷ് തിരിച്ച് കിട്ടുന്നുള്ള സന്തോഷമുണ്ട്, എനിക്കാണ് കള്ളപ്പേര് മാറി, അങ്ങനെയുള്ള രീതിയിലൊക്കെയാണ് സംഭവങ്ങൾ ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ആണോ. ഉടനെ ശ്രുതി പറയും, ഇത് ഞാൻ ആരോടും പറയരുത്, എൻ്റെ പറഞ്ഞാണല്ലോ എന്ന് പറയുമ്പോഴത്തേക്കും ഉടനെ വർഷം അങ്ങനെ അട്ടഹസിച്ചിരിക്കുക. എന്നാ വർഷം നീ ഇങ്ങനെ ചിരിക്കുന്നതെന്ന് പിന്നെ ശ്രുതി ചോദിക്കുമ്പോൾ പറയാം, അല്ല ഒരാളോട് ഒരു കാര്യം പറയരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 48 മണിക്കൂറിനുള്ളിൽ അവർ കൺഫേം ആയിട്ട് പറഞ്ഞിരിക്കും. അതാണ് ഒരു ഹ്യൂമൻ സൈക്കോളജി എന്നൊക്കെ പറയാം എന്ന് പറയുന്നത്. ശരി ഞാൻ നിൻ്റെ നല്ലതിന് വേണ്ടി ചെയ്തു തരാം, അത് മനസ്സിലായി ശ്രുതി എന്നൊക്കെ പറഞ്ഞ് രേവതിരിക്കുക. അത് ഞാൻ പറയും, എന്നാലും ഒരു വർഷം ഇരിക്കുക, എന്നാലും അപ്പം ആ 2 ലക്ഷം അങ്ങനെ കിട്ടുവാണെങ്കിൽ ബാക്കി ആ 2 ലക്ഷം രൂപ, അത് നേരത്തെ അവിടെ ഇരുന്ന ഒറിജിനലായിട്ടിരുന്ന 2 ലക്ഷം എന്ത് ചെയ്യും? അപ്പോൾ ആ 2 ലക്ഷം ആർത്തപ്പോൾ ആ 2 ലക്ഷം എടുത്തതെന്നുള്ളത് ചോദിക്കുമ്പോഴത്തേക്ക് ആ 2 ലക്ഷം എടുത്തത് ആരാ ഇങ്ങനെ ചോദിച്ചു വരുമ്പോഴത്തേക്കും വർഷം പറയുന്നുണ്ട്, അപ്പോൾ അത് കണ്ടുപിടിക്കണമല്ലോ. ശ്രുതി രേവതി പറയും, അത് ഇങ്ങനെ കണ്ടുപിടിക്കാൻ, അത് വേറെ ഒന്നല്ല, ആ ക്യാഷ് വെച്ച ടൈം മുതൽ ആ ക്യാഷ് പോയ ടൈം വരെ നോക്കുമ്പോഴത്തേക്ക് ആ സമയങ്ങളിൽ ആ വീട്ടിൽ ആരാ വന്നേ, എന്തിനാ വന്നേ എന്നുള്ള രീതിയിലൊക്കെ ഒന്ന് അന്വേഷിക്കുകയാണ്, നമുക്ക് കണ്ടുപിടിക്കാമല്ലെന്ന് പറയും. ഉടനെ ശ്രുതി പറയും, അതിൻ്റെ ആവശ്യമുണ്ട് വർഷേ, കാരണം ഇതിപ്പം കാശൊക്കെ തിരിച്ച് കിട്ടില്ല. ഒന്നാമത്തെ കാര്യം തന്നെ ഇപ്പം കാശ് തിരിച്ച് കിട്ടി, നിങ്ങളുടെ കാശ് കിട്ടി, 2 ലക്ഷം കിട്ടി, ആൻറ്റി ആണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ വിഷയമെല്ലാം സോൾവ് ആക്കി എല്ലാം പറഞ്ഞെല്ലാം ഒഴിവാക്കി വിട്ടില്ല. പിന്നെ അതിൻ്റെ പുറകെ പോകണമെന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും അത് കൊണ്ട് വരും, അല്ലാതെ പിന്നെ എങ്ങനെ കണ്ടുപിടിക്കുന്നു പറയും. അതൊന്നും വേണ്ടെന്നേ, എല്ലാവർക്കും വിഷയമുണ്ട്, വീട്ടിൽ കയറി പോലീസൊക്കെ നിരങ്ങും, അത് ഇതെന്നൊക്കെ പറഞ്ഞ് ഒഴിവാകുന്നുണ്ട്. എന്നിട്ട് പെട്ടെന്ന് ശ്രുതി പോവുക, ടെൻഷൻ അടിച്ച് പോവുക. പിന്നെ അടുത്ത സീൻ കാണിക്കുന്നത് ചന്ദ്രമതിയും ശ്രുതിയും കൂടി ചേർന്ന്, അല്ല നമ്മുടെ ശ്രുതിയുടെ അമ്മ കിടന്നുറങ്ങുമ്പോഴത്തേക്ക് ഒരു സ്വപ്നം കാണുന്നത് ഈ ചന്ദ്രമതിയും ശ്രുതിയും കൂടി ചേർന്ന് മേലെ താഴോട്ട് ഇവളെ ഇറക്കിക്കൊണ്ട് വരുമ്പോഴത്തേക്ക് പെട്ടെന്ന് അടിച്ചിറക്കിക്കൊണ്ട് വരിക. നീ ഇറങ്ങടി വീട്ടിൽ നിന്ന് ഇറങ്ങടി എന്ന് പറയുമ്പോഴത്തേക്ക് താഴെ വരുമ്പോഴത്തേക്ക് സച്ചി പറയാം, ഞാൻ അപ്പോഴേ പറഞ്ഞു ഇവിടെ കള്ളിയാന്ന് ഞാൻ പറഞ്ഞില്ല, ഇവിടെ വീട്ടിൽ കയറ്റി പോരെന്ന് പറഞ്ഞില്ലെന്ന് പറഞ്ഞു. ഉടനെ രേവതി പറയുന്നുണ്ട്, ഞാൻ നിനക്ക് സത്യം പറഞ്ഞ് നിൽക്കത്തില്ലായിരുന്നു തന്നെ. ഉടനെ ഞാൻ ചെയ്ത് തെറ്റാ എന്നൊക്കെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് ഫ്രണ്ടിൽ വന്ന് കഴിയുമ്പോഴത്തേക്ക് രവീന്ദ്രൻ ശ്രുതി ഇതെന്തായാലും തെറ്റാ, അതുകൊണ്ട് ഇവിടെ നിൽക്കേണ്ട എന്നുള്ള രീതിയിലൊക്കെ പറയുന്ന ഒരു സീനാണ് നമ്മുടെ ശ്രുതി കാണുന്നത്, അല്ല ശ്രുതിയുടെ അമ്മ സ്വപ്നം കാണുന്നത്. അവർ പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് എന്ത് ചെയ്യും, എൻ്റെ മോൾക്ക് ഇങ്ങനെ ആപത്ത് വരാൻ പോകണമല്ലോ, ആ വീട്ടിൽ നിലനിൽപ്പില്ലല്ലോ എന്നുള്ള രീതിയിൽ ഇങ്ങനെ പറഞ്ഞിട്ട് പെട്ടെന്ന് പോയി വെള്ളം എടുത്ത് കുടിച്ച് ദാഹിച്ച് വെള്ളം എടുത്ത് ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് പിന്നെ പെട്ടെന്ന് അടുത്ത സീൻ കാണിക്കുന്ന പിറ്റേ ദിവസം ഒരു ജ്യോത്സ്യനെ പിടിച്ച് കബഡി നിർത്തിക്കൊണ്ടിരിക്കുന്നത്. കബഡി നിർത്തി വരുമ്പോഴത്തേക്കും
ജ്യോത്സ്യം പറയുന്നുണ്ട്, നിങ്ങൾ പറഞ്ഞ കാര്യം കറക്റ്റാണ്, ദൈവം ഇത് നടക്കാൻ പോകുന്നതിന് മുമ്പേ ഇത് കാണിച്ചു തന്നതാണ്. എന്താണ് അവൾ വീട്ടിൽ വിഷയം ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ജാതകപ്രകാരം ഇപ്പോൾ ഓരോന്നോരോന്നായിട്ട് വന്നുകൊണ്ടിരിക്കുക. അവൾ മറച്ചു വെച്ച കാര്യങ്ങളെല്ലാം മുമ്പോട്ട് വന്നുകൊണ്ടിരിക്കുക, മറച്ചു വെച്ച കാര്യങ്ങളെല്ലാം പുറത്ത് വന്നുകൊണ്ടിരിക്കുക. ഇനി യാതൊരു രക്ഷയില്ല, അവൾക്ക് ഇന്ന പോലെ സംഭവിച്ചിരിക്കും എന്ന് പറയുന്നത്. അയ്യോ, എന്തെങ്കിലും പരിഹാരമില്ല. പരിഹാരം എന്ന് പറഞ്ഞാൽ ദൈവത്തോട് പ്രാർത്ഥിക്കുക എന്നുള്ളതേ ഉള്ളൂ. പിന്നെ ഈ ജാതകപ്രകാരം ഇയാൾക്ക് ഇന്ന സമയത്ത് ഇന്നതൊക്കെ നടക്കേണ്ടതാണ്. അവൾക്ക് വേറെ വിഷയമൊന്നുമില്ല, ദാമ്പത്യ സുഖവും കുഴപ്പമൊന്നുമില്ല എന്ന് പറയുമ്പോഴത്തേക്ക് പറയാം, അമ്മ തന്നെ പറയാം, അതെ കെട്ടിവിനെ ഒരു നല്ലതാണ്, ഇപ്പോൾ അവർ പുതിയതായിട്ട് ബിസിനസ്സൊക്കെ തുടങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ അതല്ല വിഷയം. അവർ ചുറ്റുപാട് നിൽക്കുന്ന ആൾക്കാരെല്ലാം ഇവളുടെ ഹിതത്തിനെതിരെ എല്ലാവരും പ്രവർത്തിക്കുന്ന വ്യക്തികളാണ്. അല്ലാതെ പ്രവർത്തിക്കുന്ന വ്യക്തികളെ ഇവളുടെ കള്ളത്തരം തെളിഞ്ഞു കഴിയുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ ഈ ഇവൾ ഹൈഡ് ചെയ്യുന്നതായിട്ടുള്ള, അതായത് മറച്ചു വെക്കുന്നതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും പുറത്ത് വന്നു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇവളെ എതിർക്കുക, ഇവളവിടെ പുറത്ത് ചാടാൻ ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. അപ്പം പറഞ്ഞ് എങ്ങനെയും അവളെ രക്ഷപ്പെടുത്തിയേ പറ്റൂ എന്ന് പറയുമ്പോഴത്തേക്ക് ആദ്യം പരിഹാരക്രിയയൊക്കെ നമുക്ക് ചെയ്യാം എന്നുള്ള രീതി നമ്മുടെ ജ്യോത്സ്യം പറഞ്ഞു വെക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് അടുത്ത സീൻ കാണിക്കുന്ന നമ്മുടെ അവിടെയാണ് ശ്രുതി ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക. ഉടനെ ശ്രുതി ഓടി വന്നിട്ട്, എന്നാ ശ്രുതി ആലോചിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറയുമ്പോഴത്തേക്ക്, ഒന്നുമില്ലെന്ന് പറയുമ്പോഴത്തേക്ക്, ഈ നിൻ്റെ കഴുത്തിൽ കാണുന്ന ഈ ഗോൾഡ് കവറിങ് ഇത് കാണുമ്പോഴത്തെ തന്നെ, കവറിങ് മാല കാണുമ്പോൾ തന്നെ എനിക്ക് കലി വരുന്നുണ്ട്. നീ എന്തെങ്കിലും ചെയ്തേ പറ്റുമെന്ന് പറഞ്ഞിട്ട്, വേണ്ട ഒരു കാര്യം ചെയ്യും, നിനക്ക് ഇനി ഉടനെ തന്നെ എനിക്ക് ക്യാഷ് ആകുമ്പോഴത്തേക്ക് ഉടനെ തന്നെ നിനക്കൊരു മാല മേടിച്ച് തന്നേക്കാം എന്ന് പറയുമ്പോഴത്തേക്ക്, ശരി എന്ന് പറയുമ്പോഴത്തേക്ക്, അത് കഴിഞ്ഞ് കാണിക്കുന്ന ഒരാൾ ഓടി വന്നിട്ട് പറയും, സാറേ എനിക്കൊരു കാര്യം സംസാരിക്കാമെന്ന് പറയും. എന്താണെന്ന് പറയും, സാറേ ഇതിൻ്റെ അകത്ത് സാറേ ഞാനേ സാറിനെ കണ്ണെടുക്കാൻ വന്നതാണ്. എൻ്റെ കണ്ണെടുക്കാൻ മര്യാദയ്ക്കിരുന്നു, എനിക്കാകെ 2 കണ്ണുള്ളൂ, ഞാനൊരു കണ്ണ് ആർക്കും തരത്തില്ലെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതല്ല സാറ് വേറൊന്നല്ല, സാറിന് നഷ്ടപ്പെട്ടു പോയിട്ടുള്ള സാറിൻ്റെ വീട്ടിൽ സാറിന് ജോലിയിൽ ആരെങ്കിലും കണ്ണ് വെക്കുവാണെങ്കിൽ അതെല്ലാം പൂർണ്ണമായിട്ട് മാറ്റി സാറിന് ഇവിടെ നല്ല ഐശ്വര്യം അഭിവൃദ്ധിയൊക്കെ ഉണ്ടാകുന്ന രീതിയിലുള്ള ഒരു വേണ്ടിയാണ് ഞാൻ പറഞ്ഞതെന്ന് പറയും. ഉടനെ പറയും, അതെന്താ അങ്ങനെയാണോ? അപ്പം എനിക്ക് കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്ന് പറയാം. അല്ല, അതിനിപ്പോൾ എന്നാ ചെയ്യാൻ പറ്റുന്നത്? അത് ചെയ്യാൻ പറ്റുന്നത് എൻ്റെ ഒരു ഫോട്ടോ ഉണ്ട് സാറേ, അത് ഫോട്ടോ എടുത്ത് വെച്ചാൽ മതി. അത് പറഞ്ഞു ഉടനെ ഇതൊരു ഫോട്ടോ എടുത്ത് കൊടുക്കും. ഉടനെ ഫോട്ടോ കണ്ടിട്ട്, ഈ ഫോട്ടോ കൊള്ളാമല്ലോ, അപ്പം ഇത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അത് സാറേ ഇത് കേരളത്തിൽ ഇപ്പോൾ ആദ്യമായിട്ട് ഇറങ്ങുന്നത്, ആന്ധ്രയിലും തമിഴ്നാട്ടിലെല്ലാം ഇറങ്ങി ഭയങ്കര പ്രചരണത്തിലാണ്. അത് എങ്ങനെയും എല്ലാവർക്കും എത്തിക്കുക, എല്ലാവരും രക്ഷപ്പെടുക എന്നുള്ളതൊക്കെ ഉദ്ദേശമാണെന്നൊക്കെ പറയുന്നത്. അതുകൊണ്ട് സ്തുതി വന്ന് നിൽക്കുകയാണ്. സ്തുതിയുടെ ഈ ഫോട്ടോ കാണിക്കുമ്പോൾ സ്തുതി കാണട്ടെ എന്ന് പറയുമ്പോഴത്തേക്ക് സ്തുതി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. ഇത് എവിടെയോ കണ്ടു പരിചയമുള്ളൊരു മുഖമാണല്ലോ എന്നുള്ള രീതി ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ, പെട്ടെന്ന് സ്തുതി ഇത് അമ്മയല്ലേ, ആൻറ്റിയല്ലേ ഇത് നോക്കിയെന്ന് പറയുമ്പോഴത്തേക്ക് ശ്രുതി മേടിച്ചോണ്ട്, ശരിയാണല്ലോ ഇതാ ആൻറ്റിയാണല്ലോ എന്ന് പറഞ്ഞ് പെട്ടെന്ന് ശ്രുതിയും അത് മനസ്സിലാക്കും. അവിടെ തനിക്ക് ഇതേ ഫോട്ടോ എവിടെ കൊടുത്ത്, സാറേ ഇത് എനിക്ക് കിട്ടിയതല്ല, എനിക്ക് ആന്ധ്രയിൽ നിന്ന് കിട്ടിയതാണ്, അത് അത്യാവശ്യമായിട്ട് എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടി കിട്ടിയതാണ്, അതായത് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക്, ഇതെൻ്റെ അമ്മയാണോ എന്ന് പറയുമ്പോൾ, സാറേ ഇത് അമ്മയൊന്നുമല്ല, ഇത് അവിടുത്തെ ഒരു ദേവിയാണ്, ഭയങ്കര പ്രചാരണത്തിലുള്ള ദേവിയാണ്, സാർ എന്തേ പറഞ്ഞുകൊണ്ടിരിക്കുന്നതൊക്കെ പറയും. ഉടനെ ശ്രുതി പറയുക തർക്കിക്കാൻ നിൽക്കേണ്ട, അവനെ പറഞ്ഞു വിടുന്ന പറയുമ്പോഴത്തേക്ക്, ഒരു ഫോട്ടോയ്ക്ക് എത്രയെന്ന് ചോദിക്കും. ഒരു ഫോട്ടോയ്ക്ക് 400 രൂപ. എൻ്റെ എത്ര ഫോട്ടോ ഉണ്ട്? കുറേ ഉണ്ട് സാർ എന്ന് പറഞ്ഞാൽ എല്ലാ ഫോട്ടോ എടുത്തു. എന്നാൽ ശ്രുതി ചോദിക്കും, നീ എന്തിനീ ശ്രുതി ഈ കാശില്ല എത്ര ഫോട്ടോ മേടിക്കുന്നത്? ഉടനെ ശ്രുതി പറയുക, ഇപ്പോൾ എല്ലാ ഫോട്ടോ മേടിച്ചില്ലെന്നുണ്ടെങ്കിൽ ഇവനെന്ത് ഈ ഫോട്ടോ എല്ലാം കൊണ്ട് ഇവിടെ നടന്ന എല്ലാം ഈ ഏരിയയിലെല്ലാം നടന്ന് വിറ്റ് നമ്മുടെ കുടുംബ പേരും നമ്മുടെ എല്ലാം കുളവാക്കും എന്ന് പറയുന്നുണ്ട്. സാറേ ഇനി ഫോട്ടോ എടുക്കണോ? ഇനി ഞാൻ കൊണ്ടുതരാൻ കണ്ടു, ഞാൻ ഇറക്കുമ്പോൾ നടത്താം, അതായത് നല്ല രീതിയിൽ പറയുന്നുണ്ട്. എന്നിട്ട് ശ്രുതിയും ഇതിങ്ങനെ ആലോചിച്ചിട്ട് ഈ ഫോട്ടോ എന്താണ് ഞങ്ങളുടെ അമ്മയ്ക്ക് ഇങ്ങനെ അമ്മയുടെ ഷേപ്പിൽ എങ്ങനെ ഒരു ഫോട്ടോ വരാൻ കാര്യം എന്നുള്ള ഇത് നോക്കി ഇങ്ങനെ നിൽക്കുന്നൊരു സീനാണ് നമ്മൾ ലാസ്റ്റായിട്ട് ഇന്നത്തെ വിശേഷങ്ങൾ കാണുന്നത്. ഒരു ദിവസങ്ങളിൽ പുതിയ വിശേഷങ്ങളായിട്ട് കടന്നു വരാമെന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോയിൽ നിന്ന് പറയുന്നു. സൈനിങ് ഓഫ്. താങ്ക്സ് ഫോർ വാച്ചിങ്.